സമയമില്ല ഇവിടെ. ഞാൻ ഈ പറഞ്ഞ 481 ദിവസമേ ഉള്ളത്. ഓരോ ദിവസവും വാല്യബിളാണ്. അപ്പോൾ 2019 123 UDF ഉയർത്തിക്കൊണ്ട് വരികയും 17 ഇവിടുത്തെ LDF താഴ്ത്തുകയും ചെയ്യുന്ന ഒരു ഉത്തരവാദിത്വം ഞാൻ വലിയ മഹാനായിട്ടല്ല പറയുന്നത്. അതേ പറഞ്ഞാൽ അണ്ണാരക്കണ്ണന് എന്താ ചെയ്യാൻ പറ്റുക? ഈ 63 മണ്ഡലം നിങ്ങളൊന്ന് പരിശോധിക്കണം. 2011, 2016, 2021 ഈ 3 നിയമസഭയെ നിങ്ങളെടുത്താൽ 63 സീറ്റ് കണ്ടിന്യൂസ് ആയിട്ട് CPM കയ്യിലാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാറ്റമില്ലാതെ. ഈ 61 സീറ്റിൽ 22 സീറ്റ് 63 സീറ്റിൽ 22 സീറ്റ് 6250 വോട്ടിന് താഴെയാണ് CPM ജയിച്ചിട്ടുള്ളത്. അതിൽ 300 വോട്ട് വരെയുണ്ട് നമ്മളെ കുറ്റിയാടി. അപ്പം അവിടെ ഒരു 5000 വോട്ട് ഈ പറയുന്ന 23 മണ്ഡലങ്ങളിൽ പുതുതായിട്ട് UDF പിടിക്കാൻ കഴിഞ്ഞാൽ ആ 23 CPM കയ്യിൽ നിന്ന് പോയി. അതുപോലെയുള്ള വേറെ ചില മണ്ഡലങ്ങളുണ്ട്, ഒരു 15-20 മണ്ഡലങ്ങൾ. അവിടെയൊക്കെ പ്രത്യേകമായൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി UDF പ്ലാൻ ചെയ്യാൻ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഇങ്ങനെ പോയാൽ അത് കിട്ടും, ഇങ്ങനെ പോയാൽ ഇത് കിട്ടുമെന്നുള്ളത്. ഇവിടുത്തെ ഒരുപാട് സാമുദായിക സംഘടനകൾ, ചെറുകിട സാമുദായിക സംഘടനകൾ, സാമൂഹിക സംഘടനകൾ, പഞ്ചായത്ത് തലത്തിലുള്ള ചില V4 ദിസ് പഞ്ചായത്ത്, V4 എടവണ്ണ പഞ്ചായത്ത് എന്നൊക്കെ പറയുന്ന സാമൂഹിക സംഘടനകളുണ്ട്. ഇതൊക്കെ വലിയ ശക്തിയാണ്. ഇതൊന്നും ഇവരൊന്നും ആരും കാണാറില്ല. അപ്പോൾ ഇത്തരം സംഘടനകൾ, സോഷ്യൽ ക്ലബ്ബുകൾ, കർഷക സംഘടനകളോടൊപ്പം നിൽക്കുന്ന അല്ലാത്ത യൂത്തിൻ്റെ ക്ലബ്ബുകൾ, ഇവരൊക്കെ നോൺ പൊളിറ്റിക്കലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം, മലയോര മേഖലയിൽ 10% ആളുകൾ വോട്ട് ചെയ്യാൻ തന്നെ പോകുന്നില്ല. എന്താ കാരണം? ആർക്ക് ചെയ്തിട്ട് എന്താ എന്ന വികാരം അവർ പ്രകടിപ്പിക്കുകയാണ്. അവരെ കണ്ട് അവരോട് സംസാരിച്ച് അവർക്കൊരു ധൈര്യം കൊടുത്ത് അവരെ ഒന്ന് ജനറേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെ ഒട്ടനവധി പണികളെടുക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ പോയിട്ട് തെരഞ്ഞെടുപ്പിൽ നിൽക്കാൻ ഞാനില്ല. എങ്ങനെ നാലാമത്തെ പാർട്ടി മീൻസ് ആരാ നിങ്ങളോട് പറഞ്ഞ്? DMK ശരി അല്ല, അങ്ങനെ പറഞ്ഞാൽ പോരല്ലോ. DMK വാട്ട് യു സെറ്റ് ഈസ് കറക്റ്റ്. ഒരു മിനിറ്റ്, DMK കഴിഞ്ഞതിന് ശേഷം തൃണമൂലായിട്ടാണ്. DMK തന്നെയായിരുന്നു ഞാൻ ഉദ്ദേശിക്കുന്നതിന് പല കാരണങ്ങളുണ്ടായിരുന്നു. നമ്മളെ തൊട്ടടുത്ത സ്റ്റേറ്റാണ്. 25 ലക്ഷത്തോളം മലയാളികൾ അവിടെ ജീവിക്കുന്നുണ്ട്. ഒരു പൊളിറ്റിക്കൽ പാർട്ടി മനുഷ്യന് എന്തെങ്കിലും ഉപകാരം ചെയ്യണ്ടേ? അത് നമുക്കൊരു സമ്മിശ്രമായിട്ടുള്ള വിഷയങ്ങളിൽ ഇടപെടാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം അത് കേരളത്തിലെ ജനങ്ങൾക്കും തമിഴ്നാട്ടിലെ ജനങ്ങൾക്കും ഗുണകരമാകും, പൊളിറ്റിക്കലി ഞങ്ങൾക്കും ഗുണകരമാകും. ആ ഒരു കാഴ്ചപ്പാട് അവിടെ ഉണ്ടായിരുന്നു. അതിന് ബോംബിട്ടത് പിണറായിയാണ്. എനിക്ക് പല ഉറപ്പും നൽകിയിട്ടുണ്ട്. ഇപ്പോൾ പറയാൻ വയ്യ. മമതൻ്റെ കൂടെ ആകുമ്പോൾ പുള്ളിക്കാരി എന്നെ പറയുന്നത് എനിക്ക് നോമിനേഷൻ എന്താ പറയുക, ഇത് തരുന്ന മെമ്പർഷിപ്പ് തരുന്ന ദിവസം അവരുടെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി കേരളത്തിൻ്റെ എന്താണ് എന്നുള്ളത് അവർ വിവരിക്കും. അതെ, അല്ല അതിപ്പോൾ തടസ്സമുണ്ട്. ഞാനും ചോദിക്കട്ടെ, ഇതെല്ലാം കൂടെ അപ്പം പറഞ്ഞിട്ട് ഇനി വാർത്ത വേണ്ട നിങ്ങൾക്ക് ഒറ്റടിക്ക്. അല്ല ഇപ്പോൾ അത് വെളിപ്പെടുത്തുകയില്ല എന്ന മാനസികാവസ്ഥയിലാണ് ഞാനുള്ളത്. അല്ല, പിന്നീട് എൻ്റെ മാനസികാവസ്ഥ മാറ്റുന്ന പണി അവരെടുത്താൽ ഇനി വേറെ പലതിനും വരാണ്ട്. അവർക്ക് ഇനി സഹായിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരൊക്കെ കാര്യം തന്നെ എന്താവുന്നില്ല എനിക്കറിയില്ല. അത് ഞാൻ അറിഞ്ഞിട്ടില്ല. പക്ഷേ അതെ, മലയോര വിഷയത്തിൽ ഞാൻ അന്നേ പറഞ്ഞില്ല, ആര് യാത്ര നടത്തിയാലും ആര് സമരം നടത്തിയാലും ഞാൻ എൻ്റെ കൂടെ ഉണ്ടാവും. ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണല്ലോ. അത് അവിടുന്ന് പി ജയരാ അല്ല അതൊക്കെ ഇവിടെ റെക്കോർഡുണ്ട്. നമ്മളെ റെക്കോർഡിങ് ഇവിടെ നടക്കുന്നുണ്ട്. അതൊക്കെ വിട്ടേക്ക്. നിങ്ങൾ ജയരാജ് എന്ന് ഇങ്ങോട്ട് പറഞ്ഞപ്പോൾ അല്ലേ നിങ്ങൾ ചോദിച്ചില്ലേ? അല്ല എന്റെ പോക്കറ്റിൽ എന്റെ സാധനം ഇവിടെ ഉണ്ട്, ഇതൊക്കെ വരുന്നുണ്ട്. മനസ്സിലായില്ലേ? പിന്നെ 2 ദിവസം ഒരു ഫോണേ എടുത്തില്ലാന്ന്, പിന്നെ ഞാൻ വിളിച്ചിട്ടില്ല, നിർത്തി. 3-ാം ദിവസം തൊട്ട് ഞാൻ വിളിച്ചിട്ടില്ല. ഞാൻ 48 മണിക്കൂറാണ് ട്രൈ ചെയ്ത്. പിന്നെ ഫിനിഷ്. പിന്നെ എന്തിനാ നമ്മൾ വിളിക്കുന്നത്? നമുക്കിത് മനസ്സിലാവില്ലേ?
അതൊന്നും എനിക്കറിയില്ല. നമ്മൾ ഈ നാട്ടിലേ ഉള്ള ആളല്ല. ആരെ അതൊക്കെ ഇപ്പൊ എങ്ങനെയാ പറയാ? അല്ല, ഇപ്പോഴത്തെ ഇഷ്യൂ എന്താണ്? ഇപ്പോഴത്തെ ഇഷ്യൂ സഖാവ് പിണറായിസത്തെ താഴെ ഇറക്കുക എന്നാണ്. ദാറ്റ് ഈസ് ദ ഓൺലി അജണ്ട ഇൻ ഫ്രണ്ട് ഓഫ് മീ. അല്ല, എനിക്കൊരു സീറ്റിൽ അല്ല, ഒരു മിനിറ്റ്. എനിക്ക് വിജയിക്കാനാണെങ്കിൽ ഇപ്പൊ തന്നെ രാജിവെക്കേണ്ട കാര്യം ഇവിടെ ഇരുന്നാ പോരെ? ഏത് അല്ല, അതൊക്കെ നമുക്ക് പറയാം. താങ്കൾ ഈ ഉന്നത ശ്രേണിയിലുള്ള നേതാക്കളെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ താങ്കൾ തന്നെ പറഞ്ഞ മീൻ ലോറി അടക്കമുള്ളവ പ്രതിപക്ഷ നേതാവിന്റെ ഞാൻ മീൻ ലോറി ഞാൻ എന്റെ നിലമ്പൂർന്ന് കൊടുന്ന ലോറിയല്ല, ഇവര് എഴുതി തന്ന ലോറിയാ. മനസ്സിലായില്ലേ? ആ എഴുതി തന്ന കാര്യം ഞാൻ പറഞ്ഞത്. ആ ലോറി അന്വേഷിച്ച് ഞാൻ അങ്ങോട്ടാ പോകേണ്ടത്? അത് പോകേണ്ടിരുന്ന വിജിലൻസ് ആണ്. ആരെങ്കിലും അല്ല എഴുതി തന്നത്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എഴുതി തന്നത്. ആ പാർട്ടിയുമായി ആലോചിക്കാതെ എങ്ങനെയാണ് സ്പീക്കർ എനിക്കത് പെർമിഷൻ തരുന്നത്? എങ്ങനെ സ്പീക്കർ ഞാൻ ഒരു വാറവൽ എഴുതി കൊടുത്താൽ സ്പീക്കർ പെർമിഷൻ തരുമോ? സ്പീക്കർ പെർമിഷൻ തരുന്നത് പാർട്ടിയുടെ നിർദ്ദേശം ഉണ്ടായിട്ടല്ലേ? അത് നിങ്ങൾ മനസ്സിലാക്കാത്ത എന്താ? അല്ല, പി ശശിയോട് തെളിവൊക്കെ അത് വിജിലൻസിൽ വരുന്നതോട് കൂടിയിട്ട് MLA അത് ആ കാര്യങ്ങളാണല്ലോ പറഞ്ഞിട്ടുള്ളത്. അത് ഞങ്ങൾ നോക്കിക്കോളാമെന്ന് പറഞ്ഞ്. എനിക്കപ്പോൾ അദ്ദേഹം പറയുമ്പോൾ ഒരു 75% എനിക്ക് ബോധ്യമുണ്ട്. 75% ബോധിച്ചുകൊണ്ട് തന്നെയാണ്. 25% ചിലപ്പോൾ എമൗണ്ടിൽ വ്യത്യാസം ഉണ്ടാകാം, വേറെ വല്ലതും ഉണ്ടാകാം. അതിലപ്പുറം ഇതിനൊരു സാധ്യത അപ്പോഴും ഞാനും എൻ്റെ മനസ്സിൽ കണ്ടു.